അവൾ ആരെയാണ് പേടിച്ചിരുന്നത്? തനിച്ചായിരുന്ന ലിഫ്റ്റിൽ അവൾ ആരോടാണ് സംസാരിച്ചത്? ലോസ് ഏഞ്ചൽസിലെ സെസൽ ഹോട്ടലിന്റെ 10ാം നിലയിൽ നിന്ന് എലിസ ലാം എന്ന പെൺകുട്ടി അപ്രത്യക്ഷയായത് ലോകത്തെ ഞെട്ടിച്ച ഒരു നിഗൂഢതയുടെ തുടക്കമായിരുന്നു. 2013 ജനുവരി കാനഡയിൽ നിന്നുള്ള 21 വയസ്സുകാരി എലിസ ലാം തന്റെ യാത്രക്കിടയിലാണ് സെസൽ ഹോട്ടൽ എത്തിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മകളെക്കുറിച്ച് വിവരമില്ലാതായതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലെ താമസക്കാർ വെള്ളത്തിന് ഒരു വിചിത്രമായ രുചിയും ഗന്ധവും അനുഭവപ്പെടുന്നതായി പരാതിപ്പെട്ടു. ഹോട്ടൽ ജീവനക്കാർ മുകളിലെ വാട്ടർ ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. 2 ആഴ്ചയായി കാണാതായ എലിസയുടെ മൃതദേഹം ആ വാട്ടർ ടാങ്കിനുള്ളിൽ അഴുകിയ നിലയിൽ കിടക്കുന്നു. പക്ഷെ ചോദ്യം ഇതല്ല. പുറത്തുനിന്ന് ഒരാൾക്ക് മാത്രം തുറക്കാൻ കഴിയാത്ത ആ ഭാരമേറിയ ടാങ്കിനുള്ളിൽ അവൾ എങ്ങനെ എത്തി? മരണത്തിന് തൊട്ടു മുൻപ് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ അവൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ആരോ തന്നെ പിന്തുടരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവളുടെ പെരുമാറ്റം. ലിഫ്റ്റിന്റെ ബട്ടണുകൾ അമർത്തിയിട്ടും അത് താഴേക്ക് പോകാത്തത് എന്തുകൊണ്ടായിരുന്നു? അവൾ കൈകൊണ്ട് കാണിച്ച ആ വിചിത്രമായ ആംഗ്യങ്ങൾ ആരെ ഉദ്ദേശിച്ചായിരുന്നു? പലരും ഇതൊരു പ്രേതബാധയാണ്, കൊലപാതകമാണെന്ന് വിശ്വസിച്ചു. എന്നാൽ പോലീസ് പറയുന്നത് എലിസയ്ക്ക് ബൈപോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നാണ്. മരുന്നുകൾ മുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥയിൽ അവൾ തന്നെ ടാങ്കിൽ ഇറങ്ങിയതാകാം എന്ന് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പറയുന്നു. ഇതൊരു ആത്മഹത്യയോ അതോ ആരും കാണാത്ത നിഗൂഢമായൊരു കൊലപാതകമോ? സെസൽ ഹോട്ടലിന്റെ ചുവരുകൾക്കുള്ളിൽ ആ സത്യം ഇന്നും പൂട്ടിക്കിടക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.